ഇസ്ലാം നിർവഹിച്ച ചരിത്രപരമായ ഒരു ദൗത്യത്തെ നാം കാണാതെ പോകരുത്. ഇസ്ലാം ചെയ്തത് ഇസ്ലാമിന്റെ ഒരു സമൂഹത്തെ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുക മാത്രമല്ല, മറിച്ച് പൊതുമലയാളിക്കകത്ത് നിലനിൽക്കേണ്ട മൂല്യവ്യവസ്ഥയെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ പകരുക കൂടിയാണ്. ഇപ്പോൾ മമ്പുറം തങ്ങൾ മുതൽ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കുന്ന കാലം മുതൽ നമുക്കറിയാമല്ലോ, ഇസ്ലാമിന്റെ പ്രയാണം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അബീസീനിയൻ പ്രയാണം അവസാനിച്ചതിന് ശേഷം ഇസ്ലാം ഏറ്റവും ഗംഭീരമായി സ്വീകരിക്കപ്പെടുന്നത് മദീനയിലാണ്. എന്നൊക്കെ കൂടുതൽ നിങ്ങൾക്കറിയാം, സ്വാഗതഗാനം പാടി സ്വീകാര്യത ലഭിക്കുന്നത്. ആ മദീനയിലേക്കുള്ള വലിയ തോതിലുള്ള സ്വീകരണത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിന്റെ യാത്ര നോക്കിയാൽ കേരളത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും ഗംഭീരമായി സ്വീകരിക്കപ്പെട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. മലയാളി അത്ര ഗംഭീരമായി ഇസ്ലാമിനെ അന്ന് സ്വീകരിച്ചിട്ടുണ്ട്, സാമൂതിരി അന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ആ കേരളത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ കടന്നുവരവ് മുതൽ മനുഷ്യർ ജാതിസത്വമല്ലെന്നും സാഹോദര്യം എന്ന വലിയൊരു മൂല്യം മനുഷ്യരുണ്ടെന്നും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മലയാളിയോട് പറഞ്ഞത്. ആ ബോധ്യം മലയാളിയുടെ ജീവിതത്തിനകത്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാം അല്ലാത്ത മറ്റ് സമൂഹങ്ങൾക്കകത്തും സാഹോദര്യത്തിന്റെയും കരുണയുടെയും ദയയുടെയും മനുഷ്യത്വത്തിന്റെയും മൂല്യങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പകർന്നത്.